കുട്ടിക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വലുതായി കഴിഞ്ഞാൽ മതിയായിരുന്നു, ഒന്ന് സമാധാനം കിട്ടിയേനെ, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ആരുടെയും പ്രഷർ നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ ഫ്രീ ആവും, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും പോവാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, നമുക്ക് എപ്പോഴും ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സ് പഠിക്കാനോ എക്സാം എഴുതാനോ ഉള്ള പ്രഷറും കാര്യങ്ങളും ഒന്നുമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടം പോലെ പൈസയൊക്കെ സമ്പാദിച്ച് ഇഷ്ടമുള്ള വീട്ടിൽ താമസിച്ച് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി അങ്ങനെ ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റും എന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഈ അഡൾട്ട്ഹുഡിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് മനസ്സിലായ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു ലൂപ്പിലാണ് നമ്മളിപ്പോൾ. ഫ്രീഡം ഒക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. നമുക്ക് ഇൻകം ഒക്കെ കിട്ടി തുടങ്ങി, പക്ഷെ നമുക്ക് ചുറ്റും അടച്ചു തീർക്കാനുള്ള ഒരുപാട് ബിൽസ് ഉണ്ട്. സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുക്കാം, പക്ഷെ തീരുമാനങ്ങളുടെ എല്ലാ വരായികളും എല്ലാവിധ കോൺസിക്വൻസസും നമ്മൾ തന്നെ അതിജീവിക്കണം. ഇനി ഒരു സമാധാനത്തിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ആളുണ്ടാകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റീസും ഇമോഷണൽ ബേർഡനും എന്ന് വേണ്ട 1000 പ്രശ്നങ്ങൾ അതിലും. എല്ലാം കഴിഞ്ഞൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചാൽ മറ്റുള്ളവരുടെ ടൈം ലൈനും നമ്മുടെ ടൈം ലൈനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ഇതുവരെ എവിടെയും എത്തിയില്ല എന്നുള്ള ഒരു വിഷമം. ജോലി കിട്ടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ജോലിയൊക്കെ കിട്ടിയെങ്കിലും വർക്ക് പ്രഷറും വർക്ക് ലൈഫ് എൻവയോൺമെന്റിന്റെ ഇംബാലൻസും ജോലി സ്ഥലത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വർക്ക് പൊളിറ്റിക്സും എന്ന് വേണ്ട 1000 ബുദ്ധിമുട്ടുകൾ വേറെ. ഈ ജോലി ചെയ്യാതിരിക്കാം എന്ന് വിചാരിച്ചാലോ ജീവിക്കാൻ പൈസ വേണം, പിന്നെ അൺഎംപ്ലോയ്മെന്റ് ആങ്സൈറ്റിയുടെ പ്രഷർ കൂടി താങ്ങാൻ വയ്യ. എന്തുകൊണ്ടാണ് നമ്മുടെ അഡൾട്ട് ലൈഫ് ഇത്രയും ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത്? സൈക്കോളജിക്കലി എന്തൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത്? ഇമോഷണലി എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമുണ്ട്? സൊസൈറ്റി നമ്മളിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എക്കണോമിക്കലി നമ്മൾ എന്തൊക്കെയാണ് നേരിടുന്നത്? ചൈൽഡ്ഹുഡ് ആണോ അതോ അഡൾട്ട്ഹുഡ് ആണോ നല്ലത്? ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ഹെൽത്തി അഡൾട്ട് ലൈഫ് എങ്ങനെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അഡൾട്ട്സ് ആകുമ്പോൾ നമുക്ക് ആദ്യം റിയലൈസേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യം, നമ്മൾ കുട്ടിക്കാലത്ത് കരുതിയിരുന്നത് മുതിർന്ന ആളുകൾക്ക് എല്ലാം അറിയാമെന്നാണ്, എല്ലാവിധ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് എന്നാണ്. ജീവിതത്തിൽ പതറിപ്പോകാത്തവരാണ്, ബുദ്ധിയുള്ളവരാണ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നവരാണ്, എല്ലാ കാര്യങ്ങളിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണെന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ചുറ്റുമുള്ള യാതൊരു അഡൾട്ട്സിനും ഈ ലൈഫ് എന്താണെന്ന് പോലും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ചൈൽഡ്ഹുഡ് പ്രോബ്ലംസ് വേഴ്സസ് അഡൾട്ട്ഹുഡ് പ്രോബ്ലംസ്. എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ ഡിഫറൻസ്, ചൈൽഡ്ഹുഡ് ടൈമിൽ കുറച്ചെങ്കിലും വിസിബിലിറ്റി നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആണ്. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് കരയുന്ന ഒരു പ്രായത്തിലെങ്കിലും നമ്മൾ കരയുമ്പോൾ ആരെങ്കിലും ഒരു അല്പം ശ്രദ്ധ കാണിച്ചിരുന്നു, എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ഇതെങ്കിലും ആർക്കെങ്കിലും ഉണ്ട്. ഇപ്പൊ നമുക്ക് കരയാനേ പറ്റുന്നില്ല. ഇനി നമ്മൾ മറ്റൊരാളോടും പോയി നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് നമുക്ക് മനസ്സിലായി നോ വൺ കെയർസ്. ആരും ആരുടെ പ്രശ്നങ്ങളും കെയർ ചെയ്യുന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങളാൽ മുഖരിതമായി ജീവിക്കുന്ന ഈ ലോകത്ത് മറ്റുള്ള ഒരാളുടെ പ്രശ്നം കെയർ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. ഇനി നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മളല്ലാതെ മറ്റാർക്കും പലപ്പോഴും അറിയില്ല. ഐ ആം ഫൈൻ എന്ന് പറയാൻ മാത്രമാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇനി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ജഡ്ജ്മെന്റ് നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ആരോടൊന്നും പറയാറില്ല. പലപ്പോഴും നമ്മൾ പലയിടത്തും ഇൻവിസിബിൾ ആണ്. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന എല്ലാ ഇടങ്ങളിലും നമ്മൾ ഇൻവിസിബിൾ ആയി മാറുന്നു. സോ ബീയിങ് ഇൻവിസിബിൾ എന്നുള്ളതാണ് ഈ ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ നമുക്ക് ഒരു ദിവസം ഓക്കെ അല്ലെങ്കിൽ അന്ന് നമുക്ക് സ്കൂളിൽ പോകണ്ട, എവിടെയെങ്കിലും കിടക്കാം, അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം, ഇമോഷണലി വൂൺസ് ഉണ്ടായിരിക്കാം, പല ഡ്രാമാസിന്റെയും ലൂപ്പിലായിരിക്കാം, കരിയർ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നാട്ടുകാരും വീട്ടുകാരും നടത്തുന്ന പ്രശ്നങ്ങൾ വേറെയും ഉണ്ടായിരിക്കാം. നമുക്ക് നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നിട്ടും അതിനേക്കാളും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇനി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കും, നമ്മൾ റെഡി ആവും, ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് പോകും, അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും, തിരിച്ച് നമ്മൾ വരും, വീണ്ടുമുള്ള മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യും. സെക്കൻഡ് ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ പ്രോബ്ലംസുമായിട്ട് നമ്മൾ ഇരിക്കും, പ്രോബ്ലംസുമായിട്ട് നമ്മൾ നടക്കും, പ്രോബ്ലംസുമായിട്ട് നമ്മൾ ജീവിക്കും. പിറ്റേ ദിവസം നമ്മളെ എങ്ങനെയെങ്കിലും എല്ലാം സ്വരുക്കൂട്ടി വീണ്ടും നമ്മൾ ഈ ജോലിക്ക് പോകും. ഉറങ്ങിയാലായി, ഉറങ്ങിയില്ലെങ്കിലായി, ചിലപ്പം ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഉറക്കമേ ഇല്ല എന്നായിരിക്കും. പക്ഷേ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ലൂപ്പിൽ പെട്ടുപോയി. നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോയേ പറ്റൂ, ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. അഡൾട്ട്ഹുഡിൽ നമ്മൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. നമ്മുടെ ലൈഫ്, കരിയർ, മാരേജ്,
ചിൽഡ്രൻ, ഹൗസ്, ലൊക്കേഷൻ, ഫാമിലി, ഡ്രീംസ്, ഫ്യൂച്ചർ, മണി, അങ്ങനെ റെസിഗ്നേഷൻ, പുതിയ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റ്സ്, എക്സ്പ്ലനേഷൻ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്, സേവിങ്സ് ഇല്ലാത്ത അവസ്ഥ, സേവിങ്സ് ഉള്ള അവസ്ഥ, റെസ്പോൺസിബിലിറ്റീസ്, മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്. ഈ ഓരോരോ കാര്യത്തിലും ഡിസിഷൻ എടുക്കണം. നമ്മൾ എവിടെയാണോ ഉണ്ടായിരിക്കേണ്ടത്, എവിടെയാണോ ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നതുപോലെ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. പൈസ ചിലവാക്കുന്നതിനും ചിലവാക്കാതിരിക്കുന്നതിനും ഡിസിഷൻ എടുക്കണം. ജോലി ചെയ്യണോ അതോ ജോലി ചെയ്യണ്ടേ എന്നുള്ളതും ഡിസിഷൻ. എല്ലായിടത്തും ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. ഈ എല്ലാ ഡിസിഷൻ്റെയും എല്ലാ തരത്തിലുള്ള കോൺസിക്വൻസസും നമ്മൾ അനുഭവിക്കേണ്ടിയും വരുന്നു. ഡിസിഷൻ ഫെറ്റീഗ് ഉണ്ട്. അതായത് ഓരോ തീരുമാനങ്ങൾക്കും ഓരോ തരത്തിലുള്ള പോസിബിലിറ്റീസ് ആണുള്ളത്. ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോഴും ഇത് ശരിയായ ഡിസിഷൻ ആണോ, ഇതിന് ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, ഇതല്ലെങ്കിൽ മറ്റേതെടുത്താൽ എങ്ങനെ ഉണ്ടാകും, ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോകുമോ, ഇങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെർഫെക്റ്റ് ഡിസിഷൻ എന്നൊന്നില്ല. ഈ ഡിസിഷനിലെ തെറ്റായ ഡിസിഷൻ, ശരിയായ ഡിസിഷൻ, കുറ്റബോധം തോന്നുന്ന ഡിസിഷൻ, ആത്മാഭിമാനം തോന്നുന്ന ഡിസിഷൻ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷന്റെ ബേസിസിലും നമുക്കുള്ള കാര്യപ്രാപ്തിയുടെ ബേസിസിലും നമ്മുടെ ഇമോഷണൽ കാലിബറിന്റെ ബേസിസിലും ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. ആ തീരുമാനം ആ ഒരു സമയത്ത് ശരിയായിരുന്നു. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനോനിലയുടെയും നമ്മുടെ ബൗദ്ധിക ചിന്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. സോ ആ തീരുമാനം കറക്റ്റാണ്. നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ എഫേർട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളെ തന്നെ കൂടുതൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മൊമെൻറ്റിൽ എടുക്കുന്ന തീരുമാനം മാത്രമാണ് ഈ മൊമെൻറ്റിൽ ശരിയായിട്ടുള്ളത്. അത് ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ നാളെ വർക്കൗട്ട് ആകാതെ ഇരിക്കാം. അതൊന്നും നമ്മുടെ കയ്യിലല്ല. ഈ അൺസർട്ടനിറ്റി എന്നുള്ളതിനെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ലൈഫ് നമുക്കില്ല. സോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും നമ്മളെ സംബന്ധിച്ച് നല്ല തീരുമാനങ്ങളും ശരിയായിട്ടുള്ള തീരുമാനങ്ങളുമാണ്. അഡൾട്ട്ഹുഡിലെ ഇമോഷണൽ ചാലഞ്ച്. നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളെ കംഫർട്ട് ചെയ്യാനൊന്നുമില്ലെന്നോ സാരമില്ലെന്നോ പറയാനെങ്കിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. അതായത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു ലെവൽ ഓഫ് ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടി വരും. ഡിസപ്പോയിൻമെൻറ്റ് കൈകാര്യം ചെയ്യാൻ, റിജക്ഷൻ കൈകാര്യം ചെയ്യാൻ, ഒറ്റയ്ക്കായി പോകുന്നത് കൈകാര്യം ചെയ്യാൻ, എല്ലാവരും തള്ളി പറയുന്നത് കൈകാര്യം ചെയ്യാൻ, ഒരു രൂപയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് കൈകാര്യം ചെയ്യാൻ, എല്ലാം ചെയ്ത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ ഡേ ഒന്നുമില്ല എന്നുള്ള ഒരു ഡ്രെയിൻഡ് ഫീലിംഗുമായിട്ട് ജീവിക്കാൻ, ഉറക്കം വരാതെ മണിക്കൂറുകൾ ആവലാതിപ്പെടാൻ, ഉറങ്ങിപ്പോയാൽ അമിതമായി ഉറങ്ങിപ്പോവാൻ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓടിപ്പാഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയൊക്കെ എത്തിച്ചേരാൻ, കഷ്ടപ്പെട്ട് നോ പറയാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും പഠിക്കാൻ, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ കഷ്ടപ്പെട്ട ഏറ്റവും സങ്കടകരമായ അനുഭവങ്ങളിൽ കൂടി പഠിച്ചെടുക്കാൻ, ആളോട് ഹെൽപ്പ് ചോദിക്കാൻ, സോറി പറയാൻ, ചില കാര്യങ്ങൾ റീബിൽഡ് ചെയ്യാൻ, നമുക്ക് ലോസ്റ്റ് ആയി പോയി നമ്മളെ തിരിച്ചെടുക്കാൻ, സെൽഫ് റെസ്പെക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, നമ്മുടെ ഇൻറ്റ്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങാൻ, അങ്ങനെ 1000 ഇമോഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു പീരീഡാണ് നമ്മുടെ ഈ അഡൾട്ട്ഹുഡ്. ഒരു ഘട്ടത്തിൽ നമുക്ക് തന്നെ തോന്നും നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമുക്ക് ആരുടെയും ആവശ്യമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിയേ പറ്റൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റീസും ഹോൾഡ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കാര്യങ്ങളൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യാനും നമ്മുടെ എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഹാൻഡിൽ ചെയ്യാനും നമുക്കുണ്ടാകുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ട്രഗിൾസിൽ കൂടെയും ഗോ ത്രൂ ചെയ്യാനും എല്ലാത്തിനും ഉപരി ഈ ലോകത്ത് സർവൈവ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു അവസരത്തിൽ നമുക്ക് അധികം ആരുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റും നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളും ഇല്ലെന്ന് തോന്നിയാലും നമുക്ക് നമ്മളുണ്ട്. നമുക്ക് നമ്മളെ ഹോൾഡ് ചെയ്യാനും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനും നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഫുൾഫിൽ ചെയ്യാനുള്ള കഴിവ് അത് നമ്മളിൽ ഉറപ്പായിട്ടും ഉണ്ട്. അഡൾട്ട്ഹുഡിലെ ലോൺലിനെസ്. നമ്മുടെ ഫോണിൽ ഹൺഡ്രഡ്സ് ഓഫ് കോൺടാക്ട്സ് ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ഏറ്റവും ഒരു വീക്ക് മൊമെന്റിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടാവണമെന്നില്ല. ആരും അവൈലബിൾ ആകണമെന്നുമില്ല. മറ്റുള്ള ആളുകളുടെ ഇമോഷണൽ അവൈലബിലിറ്റി നമുക്കൊട്ട് ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാം, ജോലി സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാകാം, പക്ഷേ നമുക്കായിട്ട് ആരും ചിലപ്പോൾ ഉണ്ടാവണമെന്നേ ഇല്ല. നമുക്കായിട്ട് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് നമ്മൾ എത്ര കാലം ബെനിഫിഷ്യൽ ആണോ അത്രയും കാലം അവർ നമ്മളോടൊപ്പം ഉണ്ട്. ബെനിഫിഷ്യൽ ഒന്നും അല്ല എന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥ നമുക്ക് വരും. ഈ അഡൾട്ട്ഹുഡിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ജോബ്സ് മാറി മാറി വരും,
ചിൽഡ്രൻ നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റീസ് ആയി മാറും. മാരേജ് എന്നത് ചിലപ്പോൾ ഒരു ഹെല്ലായിട്ട് പലർക്കും മാറും, ചിലപ്പോൾ അതൊരു സേഫ് സോൺ ആയിട്ടും ഇരിക്കും. ഫ്രണ്ട്സ് മാറി മാറി വരും, ആളുകൾ മൂവ് ഓൺ ചെയ്യും, മൂവ് ഔട്ട് ചെയ്യും, പുതിയ ആളുകളെ പരിചയപ്പെടും, പുതിയ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വരും, പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഫോർമേഷൻ്റെ ഒരു എക്സ്പ്ലോഷനാണ് ഇപ്പോൾ. എല്ലായിടത്തും ഇൻഫോർമേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഏത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും കുറേ ആളുകൾ വേറെ. ഇനി മറ്റുള്ളവരോടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരുപാട് ലൈഫ് മൊമെന്റ്സ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിലനിൽക്കുമായിരുന്നു. പക്ഷെ അഡൾട്ട്ഹുഡ് ടൈമിൽ എഫേർട്ട് എടുത്താൽ പോലും പല ഫ്രണ്ട്ഷിപ്പും നിലനിൽക്കുന്നില്ല. ഒരു തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് സമാധാനം എന്നുവരെ നമുക്ക് തോന്നിപ്പോകും. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളോടും ഇൻറ്റൻഷണൽ ആയിട്ടിരുന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഉള്ള ബന്ധങ്ങളാവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, നമ്മുടെ കയ്യിലുള്ള പൈസ ആവട്ടെ, നമ്മുടെ ജോലി ആവട്ടെ, നമ്മുടെ ജീവിതമാവട്ടെ, ബി ഇൻറ്റൻഷണൽ ഓൾവൈസ്. അത് നമ്മൾ ഒരുപാട് സേവ് ചെയ്യും. നമ്മൾ എപ്പോഴും അത് നമ്മളെ ചേർത്ത് പിടിക്കും, ആ ഒരു ക്വാളിറ്റി. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ടീനേജിൽ നമുക്ക് കിട്ടുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുക, അതിൽ നല്ല മാർക്ക് വാങ്ങുക, ജോലി നേടുക, വിവാഹം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക, കുട്ടികളെ നോക്കുക, പൈസ സേവ് ചെയ്യുക, ഭൂമി വാങ്ങുക, മറ്റ് ഇൻവെസ്റ്റ്മെന്റ് സോഴ്സസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക, ലൈഫ് സക്സസ്ഫുൾ ആവുക. ഈ ഒരു ചെക്ക് ലിസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളിൽ ആരും ഈ ചെക്ക് ലിസ്റ്റ് ഒന്നും നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യില്ല. സക്സസ്ഫുൾ അല്ലാത്ത ഒരു വിവാഹമോ, ബിസി ആയി പോകുന്ന ഒരു പാരന്റിങ്ങോ, സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ജോബോ, സേവിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു ലൈഫോ, ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ട്രഗിൾസോ, അടയ്ക്കേണ്ടി വരുന്ന ഒരുപാട് പേയ്മെന്റ്സോ ഒന്നും നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇനി ഏതെങ്കിലും ഒരു നിലയിൽ മെച്ചപ്പെട്ടാൽ അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സ്വന്തം ജീവിതം നോക്കുന്നത് നിർത്തി മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിച്ചിരിക്കേണ്ടി വരുന്നത് കുറേ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴാണ്. അവന് അത്രയും സാലറി ഉണ്ട്, നിനക്ക് ഇത്ര സാലറിയേ ഉള്ളൂ, നീ ഇത്രയും പഠിച്ചല്ലോ, പക്ഷെ നിനക്ക് ഇതുവരെ ഒന്നും എത്താൻ പറ്റിയില്ലേ, മറ്റുള്ളവരൊക്കെ കല്യാണം കഴിച്ച് എത്ര നന്നായി ജീവിക്കുന്നു, നിന്റെ കല്യാണം ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ നിനക്ക് കല്യാണമേ നടക്കുന്നില്ലല്ലോ, മറ്റുള്ളവരുടെ കുട്ടികൾ ഇങ്ങനെയാണ് പക്ഷെ നിന്റെ കുട്ടികൾ അങ്ങനെ, അല്ലെങ്കിൽ നിനക്ക് കുട്ടികളില്ല, അതെന്തുകൊണ്ടാണ്, അവർക്ക് കുട്ടികളുണ്ടല്ലോ, അവർ ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്തു, അവർ വീട് വെച്ചു നീ വീട് വെച്ചില്ല, അവർ കാറ് വാങ്ങി നീ കാറ് വാങ്ങിയില്ല, അവർ വലിയ നിലയിലെത്തി നീ ഒരു നിലയിലും എത്തിയില്ല. അങ്ങനെയൊക്കെയുള്ള ഈ കമ്പാരിസന്റെ ഒരു വലിയ കൂട്ടാക്രമണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും നമ്മുടെ ലൈഫിൽ ഒരു വലിയ ഫെയിലിയർ ആണെന്ന്. പക്ഷേ ഈ പറയുന്ന ആരും നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം വന്ന് ജീവിച്ചു തരില്ല. നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മൾ കടന്നു പോകുന്ന സങ്കടങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, നമ്മൾ അനുഭവിക്കുന്ന ആദികൾ, നമ്മുടെ മനസ്സിലുള്ള പേടികളും ഒന്നും ഒരു മനുഷ്യനും മനസ്സിലാക്കുകയില്ല. നമുക്കതൊന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അതുമായിട്ട് മുന്നോട്ട് പോവുക. പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോൾ ഉണ്ടാവുന്നോ അപ്പോൾ മാത്രമാണ് നമുക്ക് പിന്നീട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ജീവിക്കാനൊക്കെ നമ്മൾ ആദ്യമേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടീഷൻ ചെയ്യിപ്പിച്ചോളും. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും സമയം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പലതും പറയാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അവർ നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട. നമുക്ക് അവർക്ക് യാതൊരു കൺസിഡറേഷനും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അത് ആർക്കും മനസ്സിലായില്ലെങ്കിലും അത് മറ്റുള്ളവരുടെ ശരികളല്ലെങ്കിലും അത് നമുക്ക് ശരിയാണെങ്കിൽ, നമുക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ, നമ്മളെ ഹാപ്പിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് മതി നമുക്ക്. സോ ആരോടും ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സമൂഹം നമ്മളോട് പലതും ചെയ്ത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും അവരെവിടെ നിൽക്കുന്നു പക്ഷെ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള രീതിക്ക്. പക്ഷെ സത്യത്തിൽ അവർ എവിടെയോ നിന്നോട്ട് നമ്മൾ എവിടെയോ നിന്നോട്ടെ, പക്ഷെ നമ്മൾ സെൽഫായിട്ട് നമ്മളുടെ പാസ്റ്റിലുള്ള നമ്മളെക്കാൾ നമ്മൾ ഇന്ന് എവിടെയാണ് എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എക്കണോമിക് റിയാലിറ്റി. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പൈസ എന്നതുള്ളത് നമ്മുടെ രക്ഷകർത്താക്കൾ തരുന്ന ഒന്നായിരുന്നു. അത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണെങ്കിലും ഏറ്റവും അത്യാവശ്യങ്ങൾക്ക് മാത്രം തന്നിരുന്ന ഒരു പൈസയാണെങ്കിലും അത് തരാനൊരു സോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് തരാൻ ഒരു കുഞ്ഞുങ്ങളുമില്ല, ഒരാളുമില്ല ലോകത്ത്. നമ്മൾ ഏൺ ചെയ്താൽ നമുക്കുണ്ട്, നമ്മൾ ഏൺ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നുമില്ല, ഒരു വില പോലും ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റി നമ്മുടെ അഡൾട്ട്ഹുഡിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണം നേടാനുള്ള ഒന്നാണ് എന്നുള്ളതായിരിക്കും നമ്മുടെ ടീനേജ് ടൈമിലൊക്കെ നമ്മുടെ ഒരു തോട്ട്. പക്ഷേ നമ്മുടെ ഈ അഡൾട്ട്ഹുഡ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും നേടുക എന്നതിലുപരി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അത് ആ ഒരു കടമ്പ നമ്മൾ കടന്നു പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പലപ്പോഴും സാലറി ക്രെഡിറ്റ് ആവും, വിത്തിൻ ഡേയ്സ് ആ സാലറി എല്ലാം 4 വഴിക്ക് സ്പെൻഡ് ആയിപ്പോൾ നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഫിക്സ്ഡ് ബിൽസും ഫിക്സ്ഡ് പേയ്മെൻറ്റ്സും നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. സോ ഹൗ ടു മാനേജ് മണി എഫക്റ്റീവ്ലി എന്നുള്ള വലിയൊരു ടാസ്ക് അത് നമ്മൾ ലേൺ ചെയ്യേണ്ട ഒന്നാണ്. ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് ആരും ശരിക്കും പറഞ്ഞു തരുന്നില്ല. അത് ശരിക്കും നമ്മുടെ ഒരു സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഒരു വിഷയമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിലോ നമുക്കതിലൊരു അറിവുണ്ടായിരുന്നെങ്കിലോ നമ്മുടെ ലൈഫ് എത്രയോ ബെറ്റർ ആയിരിക്കും.
ഫിനാൻഷ്യൽ മെച്യൂരിറ്റി എന്നൊരു ടൈമുണ്ട്. അതായത് പണം നേടുക മാത്രമല്ല, പണം സേവ് ചെയ്യുക, മാനേജ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ആ പണം പോകുന്ന വഴികൾ ട്രാക്ക് ചെയ്യുക എന്നുള്ള കുറേ കാര്യങ്ങളുടെ ഒരു കൺസോളിഡേറ്റഡ് ഫോമാണത്. ആ ഒരു ഫിനാൻഷ്യൽ മെച്യൂരിറ്റി. ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത നമ്മളോടാണോ ഈ ഫിനാൻഷ്യൽ മെച്യൂരിറ്റിയെ പറ്റി പറയുന്നതല്ലേ? നമുക്കൊക്കെ അക്കാദമിക്കലി നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അക്കാദമിക്കൽ ഇൻ്റലിജൻസിനോടൊപ്പം നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് നേടിത്തരാനോ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് നേടിത്തരാനോ ഒന്നും നമ്മളെ പഠിപ്പിച്ച പാഠ്യപദ്ധതികൾക്ക് പറ്റിയിരുന്നില്ല. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ, അതായത് ഒരാൾക്ക് ഇൻകം വരുന്നു, പക്ഷേ ഇൻകം വരുമ്പോൾ നമ്മുടെ ലൈഫ് സക്സസ് ആവും നമ്മൾ വിചാരിക്കും. പക്ഷേ ഇൻകം വരുമ്പോൾ 1000 ചിലവുകൾ കൂടിയാണ് നമുക്ക് വരുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഫോൺ വാങ്ങും, ബെറ്റർ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് വാങ്ങും, നമ്മുടെ ഹൗസിന് നമ്മൾ മോഡിഫൈ ചെയ്യും, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളും ജീവിത ചിലവുകളും, എന്തിനും നമ്മുടെ ഗ്രോസറി പർച്ചേസിങ്ങിൽ പോലും ഒരു അപ്ഗ്രേഡിങ് ഈ സ്റ്റേജിൽ വരുന്നു. സോ സാലറി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഘട്ടത്തിലും ഇനഫ് ആവില്ല. അതുകൊണ്ട് തന്നെയാണ് സാലറി കൂടിയാലും നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് കുറയാത്തത്. സാലറി കൂടുന്നതിനോടൊപ്പം ഫിനാൻഷ്യൽ സ്ട്രെസ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കരിയർ റിയാലിറ്റി. 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് കരിയർ റിയാലിറ്റിയിൽ റിയലൈസ് ചെയ്യേണ്ടത്. നമ്പർ 1, നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കോഴ്സ് പഠിക്കാൻ നമ്മളെയൊക്കെ നിർബന്ധിതരാക്കുകയും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അതിലേക്കൊക്കെ പോകാൻ നമ്മൾ പ്രേരിതരാവുകയും അതിലേക്കൊക്കെ ചെയ്തുവിട്ട് ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ. നമ്പർ 2, പാഷനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു തരാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളോട് പറയും പാഷനെ ഫോളോ ചെയ്യുക. പക്ഷേ പാഷൻ ഉണ്ടാവും, പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ചിലവുകളെല്ലാം നിയന്ത്രിച്ച് പോകാൻ തക്ക വിധത്തിലുള്ള ഒരു വരുമാനം അതിൽ നിന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ പാഷനും നമ്മുടെ പ്രൊഫഷനും എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഒരു ഇൻകം സോഴ്സ്, അതും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുക എന്നുള്ളതിന് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇൻകം എന്നതിനാണ് പ്രാധാന്യം. അതാണ് നമ്മുടെ ലൈഫിലെ നെടുംതൂൺ. അതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ വരെ. നമ്മുടെ സന്തോഷവും സമാധാനവും ജീവിതവും എല്ലാം ആ ഒരു ഇൻകം എന്നതിനെ ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ നമ്മുടെ പാഷനെ പറ്റിയും നമ്മുടെ കഴിവുകളെ പറ്റിയും അവെയർ ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകത്തെ പറ്റിയിട്ടും നമുക്കുള്ള അവെയർനെസ് വളരെ വളരെ പ്രധാനമുള്ള ഒന്നാണ്. ചിലപ്പോൾ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് വരും, നമുക്ക് നമ്മുടെ പാഷൻ ആയിരിക്കും അത്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ എക്സ്ഹോസ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ജോലി പറ്റുന്നില്ല എന്ന്. പക്ഷേ നമുക്ക് ആ ജോലിയല്ല പറ്റാത്തത്, ആ ജോലിയുടെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനാണ് നമുക്ക് പറ്റാതെ വരുന്നത്. സോ ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാനോ ഈ ജോലിയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. പക്ഷേ സിറ്റുവേഷൻ മാറ്റുന്നതിന് പകരം പലരും ആ ജോലിയെ തന്നെ മാറ്റി ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ വലിയൊരു സ്ട്രഗിളിങ് പോയിന്റ് ആയിട്ട് മാറും. ഒരിക്കലും ഒരു ഇൻകം സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മറ്റൊരു ഇൻകം സോഴ്സ് ഇല്ലാതെ എവിടെയും ഉപേക്ഷിക്കാൻ തയ്യാറാവരുത്. ബന്ധങ്ങളില്ലാതായിക്കോട്ടെ, നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഇല്ലാതായിക്കോട്ടെ, നമ്മൾ നേടിയെടുത്തതൊക്കെ ഇല്ലാതായിക്കോട്ടെ, നമുക്കിനി പ്രതീക്ഷകളില്ലാതായിക്കോട്ടെ, ഇനി എന്തൊക്കെ തന്നെ ഇല്ലാതായാലും ഇൻകം സോഴ്സ് അതുണ്ടായിരിക്കണം. പണത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ദുരിതം എന്താണ്? അതുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് പണം കിട്ടാനുള്ള ഒരു വഴി, ഒരു ഇൻകം സോഴ്സ്, ഒരു വരുമാന മാർഗം, ഒരു ഉപജീവന മാർഗം അത് വിട്ടിട്ട് ഒന്നും പാടില്ല ഈ ഒരു അഡൾട്ട്ഹുഡ് ലൈഫിൽ. ഈ അഡൾട്ട്ഹുഡിന് മുമ്പ് വരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സ്നേഹം, ലവ്, ദാറ്റ് ഇസ് റിലേഷൻഷിപ്പ്. അത് മാത്രമല്ല റിലേഷൻഷിപ്പ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലെ ഒരു ബെയർ മിനിമം മാത്രമാണ് എന്നുള്ള റിയലൈസേഷനാണ് ഈ അഡൾട്ട്ഹുഡിലെ വെരി ഫസ്റ്റ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെക്കുറിച്ച്. സ്നേഹം എന്നത് ഒരു ചെറിയൊരു പാർട്ടാണ്. ഇനി ബാക്കി ഒരുപാട് കാര്യങ്ങൾ കൂടെ ചേർന്നതാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്റ്റ്, മ്യൂച്വൽ അവെയർനെസ്, അക്സെപ്റ്റൻസ്, ബൗണ്ടറീസ്, വില്ലിങ്നെസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്, ഹാൻഡ്ലിംഗ് തിങ്സ്, ഫിനാൻഷ്യൽ ഡിസ്കഷൻസ്, ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്റ്റ്, ഫൈൻഡിങ് സൊല്യൂഷൻസ്. ഇതെല്ലാം ആവശ്യമാണ്. ഈ അഡൾട്ട്ഹുഡിലെ റിലേഷൻഷിപ്പ് ഇതെല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അല്ലാതെ സ്നേഹം മാത്രം ഉണ്ടെങ്കിൽ വർക്ക് ആവുന്ന ഒരു റിലേഷൻഷിപ്പും അഡൾട്ട്ഹുഡ് ടൈമിൽ കാണാൻ നമുക്ക് കിട്ടുകയില്ല. സോ ഇതെല്ലാം കൂടി കൺസോളിഡേറ്റഡ് ആയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ ചേർത്താൽ മാത്രം റെഡി ആവുന്ന ഒരു റെസിപ്പിയാണ് അഡൾട്ട്ഹുഡ് ടൈമിലെ റിലേഷൻഷിപ്സ്. നമ്മളൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കാനുള്ള ഒരു വ്യക്തിയെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, നമ്മളൊരു ലൈഫ് സ്റ്റൈലിനെ കൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കേണ്ട, നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകും, ഏതൊക്കെ തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കണം, നമ്മുടെ കരിയർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റുന്ന ചേഞ്ചസ് വരുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ലൈഫ് സ്റ്റൈലിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടി എക്സ്പെക്ട് ചെയ്യുക. ഇതൊന്നും മാറാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തോന്നുന്നെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് നമ്മുടെ എല്ലാ ഡ്രോബാക്സും എല്ലാം നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ അഡൾട്ട്ഹുഡ് ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ.
ലൈഫിൽ അത്രയും പ്രശ്നങ്ങളെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ. ബാക്കി മേഖലകളിലെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു മേഖല ഫ്രീ ആയിട്ടിരുന്നാൽ അത്രയും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും ലൈഫിൽ. ഫാമിലി ഡൈനാമിക്സ് മാറുന്നു. അതായത് ഈ അഡൾട്ട്ഹുഡിലേക്ക് കടന്നതിന് ശേഷം എല്ലാവരും നമ്മളെ കാണുന്ന രീതി മാറി തുടങ്ങും. നമ്മൾ പലതും ചെയ്തു കൊടുക്കേണ്ട ഒരാളായി നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആരും ഒന്നും ചെയ്തതല്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രൊവൈഡർ പട്ടം നമുക്ക് കിട്ടും. ഇനി ചൈൽഡ്ഹുഡ് ആണോ അഡൾട്ട്ഹുഡ് ആണോ നല്ലത്? എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ ചൈൽഡ്ഹുഡ് അത്രയും വലിയ ബ്യൂട്ടിഫുൾ ഒന്നും ആയിരുന്നില്ല. ചൈൽഡ്ഹുഡിൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അഡൾട്ട്ഹുഡ് വേറൊരു രീതിയിൽ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉള്ളതാണ്. പിന്നെ ചൈൽഡ്ഹുഡിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും, നമ്മൾ അഡൾട്ട് ആകുമ്പോഴെങ്കിലും നമുക്ക് ലൈഫ് മാറും, നമ്മൾ ഹാപ്പി ആകുമെന്ന്. പക്ഷേ അഡൾട്ട്ഹുഡിൽ നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ല, കാരണം ചൈൽഡ്ഹുഡോ തീർന്നു, അഡൾട്ട്ഹുഡോ ഇങ്ങനെ. ഇനിയിപ്പം അങ്ങനെ പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോകുന്നു എന്നൊരു സങ്കടം നമ്മുടെ അഡൾട്ട്ഹുഡിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു കാലഘട്ടമില്ല നമുക്കിങ്ങനെ ഹോപ്പ്ഫുള്ളി നോക്കിയിരിക്കാൻ. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, ഇൻകം, സെൽഫ് ഡിസ്കവറി, റിയലൈസേഷൻ, ഫോളോവിങ് അവർ പാഷൻ, സീയിങ് ദ വേൾഡ്, ബീയിങ് അലോൺ ഹാപ്പിലി, അങ്ങനെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അഡൾട്ട്ഹുഡിലുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു മാർജിനൽ കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ അഡൾട്ട്ഹുഡ് ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളായിട്ടെങ്കിലും ഇരിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാം. അതൊക്കെ വലിയ കാര്യങ്ങളല്ലേ. സോ ചൈൽഡ്ഹുഡ് ബെറ്റർ ആണെന്നും അഡൾട്ട്ഹുഡ് വേഴ്സ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. ചൈൽഡ്ഹുഡ് നമ്മളെ വളരാൻ ഹെൽപ്പ് ചെയ്യും, ഗ്രോ ചെയ്യാൻ സഹായിക്കും. പക്ഷേ അഡൾട്ട്ഹുഡാണ് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്, സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്, നിലനിന്ന് പോകാൻ പഠിപ്പിക്കുന്നത്, ഫിറ്റായിരിക്കാൻ പറ്റുന്നത്, സെൽഫ് ഡിസ്കവറി പഠിപ്പിക്കുന്നത്, സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിക്കുന്നത്, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ശരിക്കും പഠിച്ചെടുക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് അഡൾട്ട്ഹുഡാണ്. സോ ബെറ്റർ അഡൾട്ട്ഹുഡ് തന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളായിട്ടിരിക്കുന്ന, നമുക്ക് നമ്മളെ മനസ്സിലാവുന്ന ഈ അഡൾട്ട്ഹുഡ് ഈസ് ബെറ്റർ. അഡൾട്ട്ഹുഡിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും ആ ചൈൽഡ്ഹുഡ് ബെറ്റർ ആണെന്നും അതും ഇതും ബെറ്റർ ആണെന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് നമ്മളെക്കുറിച്ച് നടത്തുന്ന ഒരു അനാവശ്യ കമ്പാരിസൺ ആണ്. ഇനി നിങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കപ്പെടുന്ന ഒരു ചൈൽഡ്ഹുഡ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം കൊടുക്കുക. അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിനെ ഏറ്റവും മെമ്മറബിൾ ആക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ബെറ്റർ പാരൻ്റ് ആവാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടും ആ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ടും ഗ്ലോറിഫൈ ചെയ്ത് ഓർമ്മിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ നെടുവീർപ്പിട്ടുകൊണ്ടോ ഇരിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഈ സെൽഫ് നോളജ് ഉണ്ടല്ലോ, എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യും, ഞാൻ എവിടെയൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ നോസ്, എവിടെയൊക്കെ ഞാൻ നോ പറയണം, ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് എൻ്റെ ആളുകൾ, ആരൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ടോക്സിക് ആളുകളെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെൽഫ് നോളജ് ഉണ്ടല്ലോ മക്കളെ, അത് ഈ അഡൾട്ട്ഹുഡിലല്ലാതെ ഏത് ടൈമിലാണ് നമുക്ക് കിട്ടുക? റീബിൽഡ്, ഈ അഡൾട്ട്ഹുഡിൽ നമ്മുടെ ലൈഫ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും, റീബിൽഡ് ചെയ്യാൻ പറ്റും, സീറോയിൽ നിന്നിട്ട് വീണ്ടും തുടങ്ങാൻ പറ്റും. വേറെ ആരും കൺട്രോൾ ചെയ്യേണ്ടതില്ലാതെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. അഡൾട്ട്ഹുഡിൻ്റെ ഡീമെറിറ്റ്സ് പറയാം. അഡൾട്ട്ഹുഡിൻ്റെ ഡീമെറിറ്റ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ. ബേൺ ഔട്ട് ആയി പോവും, ഒറ്റയ്ക്കായി പോവും, എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ കയ്യിലാവും, ആരും ഇല്ലാതാവും, നമ്മൾ പ്രൊവൈഡേഴ്സായിട്ട് മാറും. നമ്മൾ തീരുമാനിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഓൾറെഡി വന്നു ചേർന്നിട്ടുണ്ടാവും. നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത ലൂപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവും, മെൻ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്രയും മെൻ്റൽ ചേഞ്ചസും മെൻ്റൽ ഇഷ്യൂസും ഉണ്ടാവും. ഫിസിക്കലി നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഉണ്ടാവും. നമ്മുടെ കരിയർ നമുക്ക് ഒരേ സമയം ഒരു ബ്ലെസ്സിങ്, ഒരേ സമയം നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ആകെ മൊത്തം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒന്നാണ് ഈ പറയുന്ന അഡൾട്ട്ഹുഡെങ്കിലും ഈ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം സന്തോഷത്തോടെ സാറ്റിസ്ഫാക്ഷനോടെയും ജീവിക്കാൻ പറ്റും. അഡൾട്ട് ലൈഫിലെ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് നമുക്ക് വർക്ക് ആവാതെ പോകുന്ന ഒരു മൊമെൻറ്റിൽ ഇങ്ങനൊരു ചോദ്യം, ഈ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരും? ഇനി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ് നമ്മൾ നിൽക്കുമ്പോൾ, ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ എന്തായിത്തീരും? നമ്മളുണ്ടായിരിക്കുന്ന വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ, ഈ വീടില്ലെങ്കിൽ ഞാൻ ഇനി എങ്ങോട്ടായിരിക്കും ജീവിക്കുക? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ ഇമേജ് നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടു നോക്കിയാൽ, സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്തെങ്കിലുമോ പറ്റുമ്പോഴോ നമുക്കിനി ഇതില്ലെങ്കിൽ നമ്മളിനി എന്താണ് എന്നൊക്കെയുള്ള എല്ലായിടത്തും ഒരു എംപ്റ്റിനെസ് ഫീലിംഗ് ഉണ്ടായിരിക്കും. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ ചുറ്റുമുള്ള എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണെന്ന് ഫേക്കായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരാണ് എന്നുള്ള ചോദ്യം നമുക്ക് പലപ്പോഴും അൺകംഫർട്ടബിൾ ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് ചോദിക്കുകയും അതിന് നമുക്ക് ശരിയായ ക്ലിയർ ആയിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവുകയും വേണം. ഒരു 90% നമ്മൾ ആഗ്രഹിച്ച ജീവിതമൊന്നും അല്ല നമുക്കിപ്പോഴുള്ള ജീവിതം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നിലവിലുള്ള സാധ്യതകളുടെ ബേസിസിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണിത്. പേരൻസ് പറഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു, സൊസൈറ്റി പറഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, നമുക്ക് കിട്ടിയ അറിവുകളുടെ ലിമിറ്റേഷൻസ് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ,
നമുക്കിപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ റീസെറ്റ് ചെയ്യണം എന്നതിനെ പറ്റി നമുക്ക് ഒരുപാട് അറിവിൻ്റെ വഴികളുണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ വേണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ജീവിതം പഠിച്ചെടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഫാമിലി എക്സ്പെക്റ്റേഷൻ, സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്നും നിൽക്കാതെ അവനവൻ്റെ ഇഷ്ടത്തിനും അവനവൻ്റെ ജീവിതത്തിനും പറ്റുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. അതിന് നമുക്ക് പറ്റും. ഇങ്ങനെയൊക്കെ ആയ ഈ അഡൾട്ട്ഹുഡിനെ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാം? നമ്പർ 1, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമ്പർ 2, ഫിനാൻഷ്യൽ സ്കില്ല്. കൃത്യമായ ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കുക. ഇൻകം സോഴ്സിനെ നമ്മൾ എന്ത് വില കൊടുത്തും സേവ് ചെയ്യുക. അതുപോലെ തന്നെ മണി നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. സോ ഫിനാൻഷ്യൽ സ്കിൽസ് ഉണ്ടായിരിക്കുക. നമ്പർ 3, ഇമോഷണൽ സ്കിൽസ്. നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമ്മളെ താങ്ങി നിർത്താനും ഇമോഷണൽ സ്കിൽസ് പഠിച്ചിരിക്കണം. നമ്പർ 4, സ്വന്തം ബോഡിയെ കെയർ ചെയ്യുക. നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, നമുക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻസ്, എല്ലാത്തിലുപരി നമ്മുടെ ഉറക്കം, നമ്മുടെ ശരീരം ഹൈജീനായി സൂക്ഷിക്കുന്നത്, ഇവയെല്ലാം. സോഷ്യൽ കണക്ഷൻസ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലത് മാത്രം മതി നമുക്ക് ചുറ്റും, ടോക്സിക് ആയത് ഒന്നും വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം വേണം. എത്രയൊക്കെ ഹൈപ്പർ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് ചോദിക്കാൻ നമുക്ക് പറ്റണം. സോ ഓവറോൾ ഈ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് ഒരുപാട് അൺസർട്ടനിറ്റിയുടെ ഒരു ലോകമാണ്. പക്ഷേ ഈ അൺസർട്ടനിറ്റിയെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒന്നാണ് അഡൾട്ട്ഹുഡ്. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ബെറ്റർ പേഴ്സണായിട്ട്, ഇന്നലെയുള്ള നമ്മളെക്കാളും ബെറ്ററായിട്ട് നാളെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു ബെറ്റർ പേഴ്സണായിട്ട് സ്വയം മാറുക, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, മുന്നോട്ട് ജീവിക്കുക. ഈ ഒരു ഓപ്ഷനെ നമ്മുടെ അഡൾട്ട്ഹുഡിലുള്ളൂ. വേറെ ഓപ്ഷൻസ് ഇല്ല നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അഡൾട്ട്ഹുഡ് ഒരിക്കലും മോശമല്ല. പ്രിപ്പറേഷൻ അല്ലാത്ത അഡൾട്ട്ഹുഡ് നമുക്ക് വളരെ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാം. അതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക. ഞാൻ പറഞ്ഞ സ്കില്ലുകൾ നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റണം. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് കോൺഷ്യസ്ലി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടൈം പീരീഡാണ് നമ്മുടെ അഡൾട്ട്ഹുഡ്. മീനിങ്ഫുൾ അഡൾട്ട്ഹുഡ് ഈസ് അബൌട്ട് ചൂസിങ് കോൺഷ്യസ്ലി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമസ്കാരം.